കോഴിക്കോട് ഫറൂഖിൽ അമ്മയ്ക്കും 2 വയസ്സുള്ള കുട്ടിക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്ക്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് അമ്മയ്ക്കും കടിയേറ്റത്. കണ്ണിന് പരിക്കേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ കണ്ണിന് സർജറി വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഷഹദ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, ഇരുവരുടെയും ആരോഗ്യത്തിന് തൃപ്തികരമല്ലേ? ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം സ്ഥിരമാണോ? പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് എന്ന കാര്യമാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫറൂഖിലാണ് അമ്മയെയും 2 വയസ്സുള്ള കുട്ടിക്കും ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കുട്ടിയുടെ കണ്ണിനാണ് ഈ തെരുവുനായ കടിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലാണ് ഇരുവരും എന്നുള്ളതാണ്. അതായത് കുട്ടിയെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ കുട്ടിയെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മ പോയതായിരുന്നു. ആ സമയത്താണ് അമ്മക്കും കടിയേറ്റിട്ടുള്ളത് എന്ന കാര്യമാണ് പറയുന്നത്. അതായത് കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി വന്നതായിരുന്നു അമ്മ. ആ സമയത്ത് അമ്മ ഈ തെരുവുനായെ ഓടിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് അമ്മയ്ക്കും കടിയേറ്റത് എന്ന കാര്യമാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ തെരുവുനായ ശല്യത്തിന് അറുതി വേണം എന്ന ആവശ്യമാണ് നാട്ടുകാർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, പലതവണ പറഞ്ഞതാണ് ഈ തെരുവുനായ ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്നുള്ളത്. ഇതപ്പോൾ ചെറിയ കുഞ്ഞിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുഞ്ഞിന്റെ അമ്മയ്ക്കും കടിയേറ്റു. ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.